നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന മരണവാർത്തകൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളടക്കം നിരവധി കാരണങ്ങളാണ് പ്രവാസികളുടെ മരണത്തിന് കാരണമായി മാറിയിട്ടുള്ളത് എന്ന നിലവിൽ പുറത്തു വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് തന്നെ 3-ലധികം പ്രവാസികളുടെ മരണവാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തെ തേടിയെത്തിയത് ഏകദേശം 2ഓളം മരണവാർത്തകളാണ്. 35 വർഷം മുമ്പ് കുവൈറ്റിൽ പ്രവാസിയായി മാറിയിട്ടുള്ള തൃശൂർ മുറ്റിച്ചൂർ സ്വദേശിയായ കിഴുവാലിപ്പറമ്പിൽ ഹുസൈൻ എന്നയാളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഇതാണ് ഒന്നാമത്തെ വാർത്ത. കുവൈറ്റിൽ KBRC എന്ന കമ്പനിയിൽ മുൻ ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്ന 35 വർഷം കുവൈറ്റ് പ്രവാസിയായി മാറിയിട്ടുള്ള ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തേത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസിയുടെ മരണവാർത്ത തന്നെയാണ്. ബഹ്റൈനിൽ നിന്നും മടങ്ങുന്ന വഴിയിലാണ് അദ്ദേഹത്തെ മരണം തേടിയെത്തിയത്. ഹൃദയാഘാതം സംഭവിച്ചാണ് സൗദി പ്രവാസിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി മരണപ്പെട്ടത് എന്നാണ് വിവരം. തിരുവനന്തപുരം പറവക്കോണം സ്വദേശിയായിട്ടുള്ള പത്മകുമാർ സഹദേവനാണ് മരണപ്പെട്ടത്. ഈദ് അവധി ആഘോഷിക്കാൻ സുഹൃത്തുക്കളുമൊത്ത് ബഹ്റൈനിൽ പോയി അവിടെ നിന്ന് മടങ്ങുമ്പോൾ സൗദി ബഹ്റൈൻ കോസ്വേയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ബോധക്ഷയം സംഭവിക്കുകയായിരുന്നു. കോസ്വേയിൽ ഇമിഗ്രേഷൻ കൗണ്ടർ കടന്ന് സൗദി അതിർത്തി കടന്ന ശേഷം ബോധരഹിതനായി ഉടൻ തന്നെ അൽ ഖബർ അൽ യൂസുഫ് ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് വിവരം. ജുബൈലിലെ ഒരു സ്വകാര്യ കോൺട്രാക്ടിംഗ് കമ്പനി ടാങ്ക് ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ടായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തു വരുന്നത്. അൽ യൂസിഫ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണവിവരവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള സൂചന. ഇതോടൊപ്പം തന്നെ മറ്റൊരു മരണ വാർത്ത കൂടെ ഇന്ത്യയെ തേടിയെത്തിയിരുന്നു. അത് എന്ന് പറയുന്നത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള യുവതിയുടെ മരണ വാർത്ത തന്നെയായിരുന്നു. പ്രവാസ ലോകത്ത് ജോലി തേടിയെത്തി വെറും 10 ദിവസം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നത്. പ്രവാസ ലോകത്ത് ജോലി തേടിയെത്തി 10ാം നാൾ ഇവർ മരണപ്പെടുകയായിരുന്നു. ഹഫർ അൽ ബാത്തീൻ അൽ മാലി ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യാൻ പോയിരുന്ന തമിഴ്നാട് സ്വദേശിയാണ് മരണപ്പെട്ടത്. അരിയല്ലൂർ സ്വദേശി അന്നാമേരിയാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. നാട്ടിൽ നിന്നും ആദ്യമായി പുതിയ വിസയിൽ ജോലിക്ക് പ്രവേശിച്ച 10 ദിവസം മാത്രമേ ഇവർ പിന്നിട്ടിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ വേദനാജനകരമായിട്ടുള്ള കാര്യം. ന്യൂമോണിയ ബാധിച്ചിട്ടാണ് ഈ യുവതി മരണപ്പെട്ടിരിക്കുന്നത്. 1.5 മാസത്തോളം നീണ്ടുനിന്ന നിയമ നടപടികൾ ICC പ്രസിഡന്റ് വിപിൻ മറ്റത്തിന്റെ നേതൃത്വത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വിവരം. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശത്ത് സംസ്കരിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. അതേസമയം UAE ഇത്തരത്തിൽ പ്രവാസികളുടെ മരണസംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നതൊക്കെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ അധികം കാലമായി ഹൃദയാഘാതം പോലുള്ള നിരവധി അസുഖങ്ങളാണ് പ്രവാസികളെ തേടിയെത്തുന്നത്. നിരവധി പ്രവാസികളുടെ മരണം ഇതിൻ്റെ കാരണമായി സംഭവിച്ചിട്ടുണ്ട്. ചിലർ നാട്ടിലേക്കൊക്കെ തിരിച്ചെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവെയാണ് മരണപ്പെട്ടത് എന്നത് ഏറെ വേദനാജനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രവാസ ലോകത്തെത്തി ദിവസങ്ങൾക്കുള്ളിൽ അസുഖബാധിതരായി മരിക്കുന്നവരുണ്ട്. അക്കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ തമിഴ്നാട് സ്വദേശിയുടെ മരണം. വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള മരണസംഖ്യ പ്രവാസികളിൽ ചെറിയൊരു ഭയം തന്നെ സൃഷ്ടിക്കുന്നുമുണ്ട്. യുവാക്കളിലെ ഹൃദയാഘാതം അത് ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരികയാണ് എന്നാണ് പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ഹൃദയാഘാതം പ്രായമായവർക്ക് മാത്രമേ വരൂ എന്നുള്ള ഒരു പൊതുധാരണയെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ 30-നും 40-നും ഇടയിലുള്ള നിരവധി പ്രവാസികൾക്കടക്കം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, പുകവലി, മദ്യപാനം, പ്രമേഹം, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി തുടങ്ങിയിട്ടുള്ള നിരവധി ഘടകങ്ങളാണ് ഇവരെയൊക്കെ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നത് എന്നതാണ് നിലവിൽ നടത്തിയിട്ടുള്ള പഠനത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഹൃദയാഘാതം വരുന്നവരുടെ വർധനവിന് കാരണം നമ്മുടെ ജീവിതശൈലി രീതിയും ശീലങ്ങളുമൊക്കെ മാറിയതാണ് എന്നും വിദഗ്ധർ ഒരു തരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ഇന്ന് ആധുനിക ജീവിതശൈലിയുടെ ഒരു ഭാഗം തന്നെയായി മാറുന്നുണ്ട്. ഉയർന്ന കലോറിയുള്ള പോഷകാംശമില്ലാത്ത ഫാസ്റ്റ് ഫുഡുകളോടുള്ള ആസക്തിയും ഇപ്പോൾ പലരിലും കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അത്തരത്തിലുള്ള ഒരു ശീലം കൂടി വരുന്നുണ്ട്. പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ശീലങ്ങളും വ്യായാമം ഇല്ലായ്മയും ഒക്കെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമിതമായിട്ടുള്ള ശരീരഭാഗം
ശരീരഭാരം ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശരീരഭാരം കൂടുന്നത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൂട്ടാനിടയാക്കുന്നു എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ പ്രവാസികൾക്കും ഭയം വരുന്ന ഒരു സാഹചര്യമാണ്. അവസാന മണിക്കൂറുകളിൽ കൂടപ്പിറപ്പിനെയും കൂടെയുള്ള ആളുകളെയും കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള പേടിയാണ് പ്രവാസികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യമൊക്കെ മാറ്റണമെങ്കിൽ ഈ പറയുന്നത് പോലെ നിരവധി ദുശീലങ്ങളും അതുപോലെ തന്നെ ജീവിത ശൈലി മാറ്റങ്ങളും ഒക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അധികൃതരും ആരോഗ്യ മേഖലയിൽ നിന്നും ലഭിക്കുന്ന മുന്നറിയിപ്പ്.